പത്തനംതിട്ട ഗവിയിലെ മീനാറിൽ അംഗനവാടി ജീവനക്കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുറ്റം സമ്മതിച്ച പ്രതി വിനോദ് കുമാർ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും. ബലാത്സംഗം ചെയ്തതായി സമ്മതിച്ചിട്ടില്ലെന്ന് തെളിവെടുപ്പ് ഇന്നും നാളെയുമായി നടക്കുമെന്ന് പത്തനംതിട്ട SP ആനന്ദ് R പറഞ്ഞു. മരണകാരണം ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം വ്യക്തമാകും. നമ്മളിപ്പോൾ ഇവിടെ ഒരു വിനോദ് ഒരാളെ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഈ കേസിനായിട്ട് ബന്ധപ്പെട്ട്. അതിൽ 42 years ഏജാണ്. അയാൾ പെരുന്നാട് സ്റ്റേഷൻ ലിമിറ്റിലുള്ള ആളാണ്. അപ്പോൾ അയാൾ നമ്മൾ ചോദ്യം ചെയ്ത് അപ്പോൾ അയാൾ കുറ്റം ശരിയായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതി ബസ് കയറി ഇവിടെ വന്നതാണ്. പിന്നെ ഇവിടെ ഇടുക്കി ഡിസ്ട്രിക്ട് പോലീസായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഇവിടെ വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ നിന്ന് സഹായം ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് സഹായിച്ച് പ്രതിയെ നമ്മൾ അവിടെ ചെക്ക് പോസ്റ്റിൽ വെച്ച് തന്നെ പിടിക്കാൻ സാധിച്ചു. ഇന്ന് നമ്മൾ അടുത്ത് മെഡിക്കൽ നടത്തിയിട്ട് പത്തനംതിട്ട കൊണ്ടുപോകും. തെളിവെടുപ്പ് കാര്യങ്ങൾ സബ്സിക്വൻ്റ് ആയിട്ട് നടക്കും. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? നിലിമ, ഇന്ന് രാവിലെയാണ് ഈ മൂഴിയാറിനും ഗവിക്കും ഇടയിൽ മീനാർ എന്ന് പറയുന്ന ഭാഗത്ത് റോഡിനോട് ചേർന്ന വനപ്രദേശത്ത് യുവതിയുടെ മൃതദേഹം കാണപ്പെടുകയുണ്ടായത്. കൊല്ലപ്പെട്ട നിലയിലായിരുന്നു. 32കാരിയായിട്ടുള്ള അംഗനവാടി ജീവനക്കാരിയുടെ മൃതദേഹമാണ് ഈ രീതിയിൽ കാണപ്പെടുകയുണ്ടായത്. ബലാത്സംഗം ചെയ്തതിന് ശേഷം കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു മൃതദേഹം. അത് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അതിനുശേഷം നാട്ടുകാരാണ് വിവരം പോലീസിനും ഫോറസ്റ്റിനും ഒക്കെ അറിയിച്ചത്. തുടർന്ന് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇപ്പോൾ വിനോദ് കുമാർ എന്ന് പറയുന്ന ഒരു പ്രതി പിടിയിലായിരിക്കുന്നത്. അതായത് നാട്ടുകാർ തന്നെ ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ഇയാൾ ഈ ഭാഗത്തു നിന്നും KSRTC ബസ്സിൽ ഒരു കുട്ടിയുമായിട്ട് കയറി പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. തുടർന്ന് നാട്ടുകാർ തന്നെയാണ് വനംവകുപ്പിനെയും പോലീസിനെയും ഇയാൾ കയറിപ്പോയ വിവരം അറിയിച്ചത്. തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് വണ്ടിപ്പെരിയാറിനടുത്ത് വള്ളക്കടവ് എന്ന് പറയുന്ന ഭാഗത്ത് വെച്ച് KSRTC ബസ്സിൽ നിന്നും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് പത്തനംതിട്ട SP അടക്കമുള്ള പോലീസ് അധികൃതർ അയാളെ വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റം സമ്മതിക്കുകയുണ്ടായത്. താനാണ് കൊന്നത് എന്ന് സമ്മതിച്ചു. പക്ഷേ ബലാത്സംഗം താൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ വിനോദ് കുമാർ പറയുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യൽ തെളിവെടുപ്പ് നടപടികൾക്ക് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് പത്തനംതിട്ട SP ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആ യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനും ഇൻക്വസ്റ്റിനുമൊക്കെ വേണ്ടി നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്നുള്ളതാണ് SP അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇയാൾ ഈ വിനോദ് കുമാറിനെ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ മുമ്പും ഒരു കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്. ശിക്ഷ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഒരു കുട്ടിയെ കല്ലുകൊണ്ട് അടിച്ച് കൊന്ന കേസിലായിരുന്നു ഇയാൾ മുമ്പ് പ്രതിയായിരുന്നത്. ഇയാൾ ഒരു വനവാസി വിഭാഗക്കാരനായിട്ടുള്ള ആളാണ്. ഇയാൾ വനവിഭവങ്ങൾ, തേന്, കുന്തിരിക്കം പോലെയുള്ള വിഭവങ്ങൾ ഗവിയിലുള്ള ടൂറിസം സെൻറ്ററിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, ടൂറിസം വകുപ്പിൻ്റെ സ്ഥാപനത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഗവിയിൽ എത്തിയതാണ്. തുടർന്ന് ഈ യുവതി ഇന്ന് രാവിലെ ഈ യുവതി അംഗനവാടിയിലേക്ക് നടന്നു പോകും. വീട്ടിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരമുണ്ട് അംഗനവാടിയിലേക്ക്. അങ്ങനെ നടന്നാണ് യുവതി പോകുന്നത്. ആ നടന്നു പോകുന്നതിനിടയിലാണ് മീനാർ എന്ന് പറയുന്ന ഭാഗത്ത് വെച്ച് യുവതിയെ കടന്നു പിടിക്കുകയും തുടർന്ന് യുവതി തലയിടിച്ച് താഴേക്ക് വീണാണ് ബോധരഹിതയാവുകയാണ് ഉണ്ടായത്. തുടർന്ന് ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പോലീസിൻ്റെ ഇപ്പോൾ ഉള്ള നിഗമനം. പക്ഷേ അയാൾ അത് കുറ്റസമ്മതമായിട്ട് നടത്തിയിട്ടില്ല. കൊന്നു എന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ബലാത്സംഗം സമ്മതിക്കുന്നില്ല. യുവതിയുമായിട്ട് മുമ്പും തനിക്ക് പരിചയമുണ്ടായിരുന്നു എന്നുള്ളൊരു മൊഴിയാണ് ഇയാൾ നൽകിയിരിക്കുന്നത്. അത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. എന്തായാലും ഇന്നും നാളെയുമായിട്ട് ഇയാളെ കൂടുതൽ തെളിവെടുപ്പ് നടപടികൾക്ക് വിധേയമാക്കുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവന്നിട്ടായിരിക്കും ബാക്കി തുടർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നീലിമ.